ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവകൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കാരമൽ പുഡിങ്ങാണ്. പഞ്ചസാരയും പാലും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് ഇത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല മഞ്ചാണ്. നമുക്ക് വീട്ടിൽ പാർട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിൽമയുടെ ഒരു പാക്കറ്റ് പാൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു പാലിൻ്റെ അളവിനനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാലിലേക്ക് 3 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് കട്ടില്ലാത്തതുകൊണ്ട് ഒരു തിക്നെസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് വേണം പാൽ തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനതെല്ലാം കട്ടകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാൽ തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കയുടെ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ പാല് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാന് വെച്ച് കൊടുക്കലാണ്. പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരമൽ പുഡിംഗ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാലിൽ ഞാൻ മധുരം ഒന്നും ചേർത്തിട്ടില്ല. പാൽപ്പൊടിയും പാലും മാത്രമാണ്. ഈ ഒരു കാരമലിൻ്റെ മധുരമാണ് ഈ ഒരു പുഡിങ്ങിലുള്ളത്. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു ബൗളിന് ഒരു ഹാഫ് ബൗൾ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം. ഈ ഒരു സോസ് പാനായ കാരണം തന്നെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം. അടി കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ലോയിൽ വെച്ചുകൊടുക്കണം. പഞ്ചസാര പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റാണ് ഇത് വരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ചൂടാൽ വെച്ചെടുക്കണം. ഇതിൻ്റെ കളറ് നല്ലോണം ചേഞ്ച് ആവുന്നത് വരെ വെച്ചെടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ പഞ്ചസാര നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പാല് ചൂടോട് കൂടെ തന്നെ ഈ ഒരു പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഇത് ചൂടോട് കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിലും ഇതിൽ പഞ്ചസാരയുടെ ആ ഒരു ഇത് കട്ട പോലെ കാണുന്നുണ്ടാവും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം സമയം കഴിയുന്നതിനനുസരിച്ച് അത് നല്ലോണം ഇതിൽ യോജിപ്പിച്ച് കട്ടകളൊന്നും ഇല്ലാത്ത രൂപത്തിലായി കിട്ടും നമ്മുടെ ഈ ഒരു പാല്. ഇപ്പോൾ ഇതിൻ്റെ അടിക്ക് പിടിച്ച പോലെ ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു ഇത് ഇതിൽ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത് റെഡിയായി കിട്ടും.
അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നല്ലോണം ഏകദേശം മുഴുവനായിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മിൽക്ക് മെയ്ഡ് നമുക്കിപ്പോൾ എന്തിൽ ചേർത്ത് കൊടുത്താലും ഭയങ്കര ടേസ്റ്റാണല്ലോ, അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പഞ്ചസാരയുടെ ഇതെല്ലാം ഇതിൽ നന്നായി ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റിയെടുക്കലാണ്. ഇനി വേറൊരു പാന് വെച്ചെടുക്കുക. നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാലിൻ്റെ ആ ഒരു ഇത് ബാറ്റർ മാറ്റുന്ന സമയത്ത് അത് ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കലാണ്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇത് തിളച്ചതിന് ശേഷം ഞാൻ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കലാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നേരിട്ട് തന്നെ ഇത് മെൽറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ 10 ഗ്രാമിൻ്റെ പ്ലെയിൻ ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരു പാക്കറ്റ് പാലിലേക്ക് കറക്റ്റാണ്. ഇനി ഇത് പൊട്ടിച്ചിട്ട് ഈ ഒരു ചൈന ഗ്രാസ് അതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലോണം ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് മെൽറ്റായി വരട്ടെ. പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. വെള്ളത്തിൽ നല്ലോണം ഒന്ന് മുക്കിയെടുക്കുക. ഞാൻ പറയില്ല, പെട്ടെന്നായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി, അല്ലാതെ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പാലിൻ്റെ ആ ഒരു ഫ്ലെയിം ചൂടിൽ തന്നെ വേണം, ഫ്ലെയിം ഓഫ് ചെയ്യരുത്. ഞാനിപ്പോൾ മറ്റേ ഒരു സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചതാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, അത് അവിടെ ചൂടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചൈന ഗ്രാസ് ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മെൽറ്റാവാനുണ്ട്. അതിന് ശേഷം നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസിൻ്റെ ചൂടിൽ തന്നെ ആ പാലും രണ്ടും സെയിം ചൂട് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാല് ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ബാക്കി പാലിൽ കിടന്ന് അങ്ങനെ നല്ലോണം ഒന്ന് മെൽറ്റായി വന്നോളും. അപ്പോൾ നമ്മളിതാ ഈ ഒരു പാലിലേക്ക് ഈ ഒരു ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കലാണ്. ഇപ്പോൾ ദാ ഈ പാലിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ചൂടായതുകൊണ്ട് തന്നെ പാലിനൊരു കുഴപ്പം വന്നിട്ടില്ല. പാല് ചൂടാറിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവും. ഇപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ള ആ ഒരു ചൈന ഗ്രാസ് കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആവാണ്ടായിരുന്നു. അത് ഈ പാലിൽ കിടന്ന് നല്ലോണം ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ആണിത്. ഇപ്പോൾ ഇതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം, സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പുഡിങ്ങിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഒരു പാത്രം, ഒരു പ്ലേറ്റാണ്, ഞാൻ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കലാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ ഇത് സെറ്റാക്കി എടുക്കേണ്ടത് ആ ഒരു പാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലാണ് എടുക്കുന്നതെന്ന് മാത്രം. അങ്ങനെ ഇത് ചൂടോട് കൂടെ ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ പാൽ പിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഇതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ ബബിൾസ് കാണുന്നുണ്ട്. അതൊരു സ്പൂൺ വെച്ചിട്ടോ
ഫോർക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. കാരണം അത് സെറ്റായി കഴിഞ്ഞാൽ ആ ഒരു ബബിൾസ് ഉണ്ട് അവിടെ ഒരു കുഴി പോലെ ആയി നിൽക്കും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അത് ഒഴിവാക്കണം എന്നൊന്നുമില്ല, ഞാൻ ഒഴിവാക്കി കൊടുക്കാമെന്ന് മാത്രം. ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കലാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാറണം ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകും. ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഏത് നട്ട്സാണോ വേണ്ടത് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ബദാമുള്ളൂ, അപ്പോൾ ഞാൻ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടിലാണ് ഉള്ളത്. ചെറുതായി ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സ് ഈ ഒരു പുഡിങ്ങിൽ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ബദാമ കൊണ്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഏത് രൂപത്തിൽ നമുക്ക് എന്ത് ഇഷ്ടമുള്ള രൂപത്തിൽ വേണമെങ്കിലും ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് ചെയ്തെടുക്കുന്നത് രാത്രിയിലാണ്. അപ്പോൾ ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പുഡിങ്ങൊക്കെ നമുക്ക് നല്ല തണുപ്പിച്ച് കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ്. അപ്പോൾ നല്ലോണം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ല, നമ്മൾ പുഡിങ് ചൂടാറി നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ചെടുക്കണം. എന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല മഞ്ചായിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും. ബൈ.